ഗൈസ്, ഈ ഫ്രണ്ടിൽ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഒരു ആർച്ചുണ്ട്. നമുക്ക് ഈ ആർച്ചിനകത്തൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോവാൻ. ഈ അമ്പലത്തിൻ്റെ പേരെന്തോ പെരിയസ്വാമി കോവിലോ അങ്ങനെ എന്തോ ആണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഞാൻ കേട്ടറിവാണ്. ഇവിടെ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊരു ഉത്തരം എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ അമ്പലത്തിൽ ഉണ്ട്. അമ്പലം ഇപ്പോഴും ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ കടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, തമിഴ്നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം ആയിരിക്കാനാണ് സാധ്യത. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒതുക്കണം. വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമുക്ക് വലത്തോട്ട് നടന്നങ്ങോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടാ ഇവിടെയും തണലുണ്ടല്ലോ. ആ ഇല്ല, ഇവിടെ ഇരിക്കട്ടെ. തുറന്നു. ഹെൽമെറ്റ് കൈ കൊണ്ടുകൊണ്ട് വരും. എനിക്ക് ബാഗിനകത്ത് വെള്ളം എടുത്ത് വെച്ചോ. உங்களுக்கு என்ன வேலை? வேலை நாட்டில் டெலிவரி കാര്യങ്ങളൊക്കെ அப்படியா? ഇന്ന് ലീവ് ആയതുകൊണ്ട് വന്നു. ഒന്നി ലീവ് ഇന്നുകൊണ്ട് വന്നിരിക്കുക. ഊര് അടുത്താണ്, പക്കത്തിലേതാ വീട്? കർക്കറവേൽ. നിങ്ങൾ ആടിനെ കൊണ്ടുവന്നോ? ആടിനെന്തോടാ? അല്ല, ആടെന്നെ അറിഞ്ഞൂടാ? ആട് ഓ, ഇവനറിയാ. ഇങ്ങനത്തെ കറി വെക്കും. ഈ ആടിനെ കൊണ്ടുവന്നവർ തന്നെ കറി വെച്ച് കൊണ്ടുപോകും. ആ, ഇങ്ങ വെച്ച് കഴിക്കും. നിങ്ങളെ കൊണ്ട് നാടിനെ കൊണ്ടുവന്നോ? ആടിനെ കൊടുത്തോ? എന്തോടാ? നിങ്ങൾ കണ്ടോ? യൂട്യൂബ് കാണുമോ? യൂട്യൂബ് ചാനൽ, യൂട്യൂബ് കാണുമോ? ആഹാ, സബ് സെർച്ച് பண்ணி സബ് എല്ലാവരും ചെയ്യുങ്കോ. നിങ്ങൾ ആടിനെ കൊടുത്തോ? തമ്പി, ആടിനെ നേർച്ചയ്ക്ക് കൊടുത്താ? ആ, നീ കൊടുത്തോ? കൊടുത്ത് വെട്ടിയാ? ഒരു കറുത്താടുതാ? ആ, അങ്ങോട്ട് തൂക്കിക്കൊണ്ട് പോയി. അല്ലല്ല, വലിയ ആൾക്കാർ. നമുക്ക് മാറാ, പിള്ളേർ നോക്കി എഴുതട്ടോ, നോക്കി അടിക്കട്ടെ.
ചെയ്താ റേഞ്ച് ഇല്ലേ? ബാ കയറി. കേരള സ്ഥലത്തിൻ്റെ പേര്. ഇതിനെയൊക്കെ പിടിച്ചോണ്ട് പോയി കറി വെക്കും. ഇവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു.